ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ചെയ്ത ഒരു വർക്കാണ്. ഇവരെ 2 വാർഡ്രോബ്സും പിന്നെ അതുപോലെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ചെയ്തു കൊടുത്തത്. ഈ 2 വാർഡ്രോബ്സും പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോക്സ് ടൈപ്പ് ആയി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് 17mm മൾട്ടിവുഡ് ആണ് ഇതിനായിട്ട് ബോക്സ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ മുതൽ സീലിംഗ് വരെയാണ് ഈ ഒരു 2 വാർഡ്രോബ്സും ചെയ്തത്. ഒരു വെറൈറ്റി മോഡലിലാണ് ഈ ഒരു 2 വാർഡ്രോബ്സും ചെയ്തത്. സാധാരണ ചെയ്യുന്ന അലുമിനിയം വർക്കിനെ അപേക്ഷിച്ച് ഒരു വെറൈറ്റിയിലാണ് ഈ ഒരു 2 വാർഡ്രോബ്സും മൾട്ടിവുഡ് ആണ് തട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് 7 ഡെൻസിറ്റിയിൽ വരുന്ന 17mm മൾട്ടിവുഡ് ആണ്. ഈ ഒരു മൾട്ടിവുഡ് ബോക്സ് ടൈപ്പായി അടിച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലോട്ട് അലുമിനിയം പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഡോർ സെറ്റ് ആക്കുന്നത്. ഇവിടെ 3 ഡോറ് ആണ്, ബാക്കി ഒരു ഡോറ് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡോറ് ഈക്വൽ തട്ടിലും 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടാണ് യൂസ് ചെയ്തത്. ഇവിടെ ഫ്ലോർ മുതൽ സീലിംഗ് വരെ ലോഫ്റ്റ് വരെ ഈ ഒരു വാർഡ്രോബ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡർ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വുഡ് ഫിനിഷിങ്ങിലും ഡോറിനായിട്ട് ഒരു സാൻഡ് കളർ വരുന്ന ഷീറ്റുമാണ് യൂസ് ചെയ്തത്. നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് 3 ഫീറ്റിൽ വരുന്ന അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാൻഡിലാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടി അതിൽ ഓരോ 1 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഡോറിൻ്റെ അലുമിനിയം പ്രൊഫൈലിൻ്റെ ഈ ഒരു ഡോറിൻ്റെ ബാക്ക് സൈഡിലും ഷീറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാർഡ്രോബിന് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വർക്കിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ഈ ഡ്രസ്സിംഗ് യൂണിറ്റ്. ഇതിൻ്റെ ഒരു വീഡിയോ, പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വാർഡ്രോബ്. ഇതും പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഇവിടെയും 17mm 7 ഡെൻസിറ്റിയിൽ വരുന്ന മൾട്ടിവുഡ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഇതേപോലെ ബോക്സ് ടൈപ്പായി അടിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് അലുമിനിയം പ്രൊഫൈൽ കൊണ്ട്, ഒറ്റ നോട്ടത്തിൽ അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ചെയ്തതായി ഈ ഒരു വാർഡ്രോബിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതേപോലെ ബോക്സ് ടൈപ്പായി ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതേപോലെ അതിൻ്റെ ഔട്ട് ഓഫ് ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ ഓപ്പൺ സ്പേസും പിന്നെ അതേപോലെ തന്നെ ഇതിലെ ബോർഡർ ഭാഗമൊക്കെ ഇതിൻ്റെ ഷീറ്റ്, PVC ഷീറ്റ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർഡ്രോബിന് ഒരു പ്രീമിയം ലുക്ക്, ഒറ്റ നോട്ടത്തിൽ ഒരു അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാർഡ്രോബ് അല്ലാതെ മൾട്ടിവുഡിൽ ചെയ്ത അല്ലെങ്കിൽ പ്ലൈവുഡിൽ ചെയ്ത ആ ഒരു വാർഡ്രോബിൻ്റെ ആ ഒരു സെയിം ഫീല് നമുക്ക് ഈ ഒരു അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ചെയ്ത വാർഡ്രോബിന് കിട്ടും. ഇനി ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു വാർഡ്രോബിനോട് കൂടെ തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിന് കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് അലുമിനിയം പ്രൊഫൈലിൻ്റെ ഹാൻഡിലാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫീറ്റിലാണ് ആ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൊരു സ്റ്റഡി ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി ടേബിളിൽ ഒരു ഡ്രോയറും ഒരു ഡോറാണ് സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു ഓപ്പൺ സ്പേസ് കൂടുതൽ ഭംഗി കൂട്ടാനായിട്ട് 1 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു വാർഡ്രോബിൻ്റെ സൈഡ് ഭാഗം ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി യൂസിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ടാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു.
ഈ ഒരു സ്റ്റഡി ടേബിളിന് ഒരു ഡ്രോയറും, ആ ഒരു ഡ്രോയർ സെറ്റ് ചെയ്തിരിക്കുന്നത് WPC പാനൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഡ്രോയർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളുടെ സർവീസ് ഉണ്ട്. ഈ ഒരു വാർഡ്രോബ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ ഒരു സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഫുൾ ഓപ്പൺ അപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ്. 2 ഡോറ് ഹാങ്കറിങ്ങിലായിട്ടും 1 ഡോറ് ഈക്വൽ തൊട്ടിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് പാർട്ടീഷൻ ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെയിം കളറിലാണ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബ് കൂടാതെ ഈ ഒരു വീട്ടിൽ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു മിററും, അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡോറും, പിന്നെ മുകൾ ഭാഗത്തായിട്ട് ലോഫ്റ്റിൽ 3 ഡോറാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിൽ ലൂവർ പാനലിംഗ് ആണ് ചെയ്തത്. അതുകൂടാതെ തന്നെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു LED സ്ട്രിപ്പ് ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ പൂർണ്ണമായിട്ടും ഫ്ലെക്സിബോണിൻ്റെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഡോർ സൈഡിൽ, അതായത് ഇതിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിലും വൈറ്റ് ഷീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ഡോറിൽ ഈക്വൽ തട്ടിലായിട്ടാണ് ആ ഒരു ഡോർ പാർട്ടീഷൻ ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾ ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.